എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സതീശൻ, വീട് മൂവാറ്റുപുഴയാണ്. എനിക്ക് ചോദിക്കാനുള്ളൊരു അവസരം പോലും തരാതെ ചേട്ടാ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പറഞ്ഞില്ല. നല്ല ശബ്ദം. താങ്ക് യു. എന്തെങ്കിലും ഇങ്ങനെ അനൗൺസ്മെന്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നല്ല ശബ്ദമാണ്. 26 വർഷമാകുന്നു അനൗൺസ്മെന്റ് മേഖലയിൽ. ഈ 2022 വന്നപ്പോൾ 26 വർഷം. ഓക്കെ, ഞാൻ ഒരു റിക്വസ്റ്റ് ചെയ്തോട്ടെ. ഇപ്പം അനൗൺസ്മെന്റ്സ് പറഞ്ഞല്ലോ, രാഷ്ട്രീയം എന്നൊക്കെ. ഇപ്പം നമ്മുടെ നാദൊക്കെ ഒരു പാർട്ടിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിൽ മത്സരിക്കുകയാണെന്ന് വെച്ചോ, അപ്പൊ നാദയ്ക്ക് ഒരു അനൗൺസ്മെന്റ് കൊടുത്താൽ. ഏത് പാർട്ടിയില്ല? പാർട്ടി വേണ്ട, ഞാൻ ചിഹ്നം പറയാം. നാദയ്ക്ക് പുട്ട് മതി. അതെ, പുട്ടല്ലേ നാദക്കയുടെ ഒരു ലൈഫിൽ ഒരു ബിസിനസ് സംരംഭത്തിലൊരു ടേണിംഗ് പോയിന്റ്. ഓക്കെ, അത് ഞാൻ എക്കോ ഇല്ലാതെ സ്വന്തം എക്കോ ഉപയോഗിച്ചാലോ? ഓക്കെ. ആസന്നമായിരിക്കുന്ന ഏലൂർ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സാരഥിയായി മത്സരിക്കുന്ന ശ്രീ നാദർഷയ്ക്ക് പുട്ടുകുറ്റി അടയാളത്തിൽ ഓരോ വോട്ടുകളും രേഖപ്പെടുത്തിയവൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയത്തിന്റെ സോപാനത്തിലേക്ക് കൈപിടിച്ച് ആനയിക്കുവാൻ പ്രബുദ്ധരായ ഓരോ സമ്മതിദായകരോടും വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ആസന്നമായിരിക്കുന്ന ഏലൂർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ പ്രിയങ്കരനായ സാരഥിയായി മത്സരിക്കുന്ന മലയാള സിനിമയുടെ പ്രിയപ്പെട്ട വ്യക്തിത്വമായ ശ്രീ നാദർഷയ്ക്ക് പുട്ടുകുറ്റി അടയാളത്തിൽ ഓരോ വോട്ടും രേഖപ്പെടുത്തുവാൻ പ്രബുദ്ധരായ ഓരോ സമ്മതിദായകരോടും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു. എക്കോ ഇല്ലാതുള്ള എക്കോ സൂപ്പർ ആയിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ എന്തൊക്കെയാണ് പെർഫോമൻസ്? ആദ്യം നമുക്ക് നയനാർ സഖാവിന്റെ ശബ്ദം എന്ന് പറയാം. ഓക്കെ, അതിൽ തന്നെ തുടങ്ങാം. ടീച്ചറിന്റെ മധുവിധുകാലം. കല്യാശ്ശേരിയിൽ നിന്നും സഖാക്കളുടെ കൂടെ ടീച്ചർ തിരുവനന്തപുരത്ത് വന്നത് ഞാൻ മുഖ്യമന്ത്രിയായി തിരിക്കുമ്പോഴാണ് കേട്ടോ. ടീച്ചറും സംഘവും വന്നത് ഒരധ്യാപക സമരവുമായി ബന്ധപ്പെട്ടാണ്. ഒട്ടേറെ സമരമുഖങ്ങളിലൂടെ കടന്നു വന്ന അന്ധപ്രസ്ഥാനത്തെ ഉജീപ്പിക്കുവാൻ കൂട്ടുനിന്ന മുഴുവൻ ബഹുജനങ്ങൾക്കും വിപ്ലവാദ്യങ്ങൾ. റൈറ്റ് ലാൽ സലാം. താങ്ക് യു. അടുത്തതായിട്ട് മറ്റൊരു മുൻ മുഖ്യമന്ത്രി ശ്രീമാൻ എ കെ ആന്റണി സാർ. ഞാൻ ചേർത്തല താലൂക്കിൽ ചേർത്തല ദേശത്ത് അരക്കിപ്പറമ്പിൽ കുടിയും മകൻ തങ്കച്ചിനെ വിളിക്കപ്പെടുന്ന ആന്റണി എന്നെ ഞാൻ. സർക്കാരിൻ്റെ വണ്ടി വെള്ളം മൃഗീയവും പൈശാചികവുമായ അവസ്ഥയിൽ ഓടിച്ചുള്ളവന്ന് ഇന്ന് സത്യപ്പെടുത്തി. ഇനി നമ്മുടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മുൻ മുഖ്യമന്ത്രിയാണല്ലോ VS അച്യുതാനന്ദൻ. ഇപ്പോൾ നമുക്ക് VSന്റെ ശബ്ദം പറയാം. ഞാനേ ആലപ്പുഴയിലെ വേലിക്കകത്ത് ശങ്കരൻ മകനായി ജനിച്ചുകൊണ്ട് അച്യുതാനന്ദൻ എന്ന ഞാൻ പുന്നപ്രയിലെ കർഷക തൊഴിലാളികളുടെ ലോകത്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള സമര പോരാട്ടങ്ങളിൽ കൃഷ്ണപിള്ളയുടെ നിർദ്ദേശമനുസരിച്ചാണ് ഈ പാർട്ടിയിലേക്ക് വന്നത്. അന്നത്തെ കാലത്ത് ഇവിടെ കുട്ടനാട്ടിലെ കർഷകരെല്ലാം സംഘടിക്കുമ്പോൾ AKGയും കുഞ്ഞമ്പു മാഷുമെല്ലാം വന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പാർട്ടിയിൽ ആകർഷകനായത്. താങ്ക് യു. ഇത്രയൊക്കെയാണ് ഇപ്പോൾ എനിക്കിവിടെ ചെയ്യാൻ ഞാനത് പഠിച്ചു വന്നിട്ടുള്ളത്. ഇനിയും അമൃതയുടെ വേദിയിൽ വരാൻ എനിക്ക് ഭാഗ്യമുണ്ടായാൽ കുറേ കൂടി നന്നായിട്ട് കുറേ സംഭവങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്. പിന്നെ നാദർഷക്ക, അദ്ദേഹം സിദ്ദിഖ് സാറ്, മമ്മൂക്കയ മാഷ്. ഞാൻ സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റാണ്. ഞാൻ വളരെ അഭിമാനത്തോടെ പറയുന്നു, ഇക്കാടെ കട്ടപ്പനയിലെ ഋതിക് റോഷനിൽ ഞാൻ തിയേറ്ററിൽ ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന ആളെയായിരുന്നു. സാറിൻ്റെ സിദ്ദിഖ് സാറിൻ്റെ ബിഗ് ബ്രദറിൽ ജയിൽ പുള്ളിയായിട്ട് വന്നിരുന്നു. അങ്ങനെ ഇപ്പോൾ ഒരു 19 വർഷമായിട്ട് ജൂനിയർ ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ ദൈവം സഹായിച്ച് ബിജു മോഹൻ ചേട്ടൻ വേഷം ചെയ്യുന്ന ഒരു തെക്കൻ തല്ല് കേസ് പഴയകാല ഗെറ്റപ്പുള്ള സിനിമയാണ്. അതിൽ 85 കാലഘട്ടത്തിൽ പോസ്റ്റ്മാൻ്റെ വേഷം ചെയ്തിട്ട് ഞാൻ മിനിങ്ങാന്നാണ് വീട്ടിലെത്തിയത്.
അത് കൊടുങ്ങല്ലൂർ ഭാഗത്തായിരുന്നു. നല്ല അനുഭവമാണ്. എൻ്റെ നാട്ടുകാരനായ മധു നീലകണ്ഠൻ സാറാണ് ക്യാമറ കൈകാര്യം ചെയ്തത്. നല്ലൊരു വേഷമായിട്ട് അത് ഞാൻ കാണുന്നു. ഡയലോഗുണ്ട്. അത് ഇത്രയും വർഷം നല്ല തുടക്കമായിരിക്കട്ടെ. അതെ അതെ അതെ, സത്യമായിട്ട് 2022 നല്ല തുടക്കമാണ്. നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അതിന് മുൻപായിട്ട് എൻ്റെ വീട്ടിൽ 2 മക്കളാണ്. അവർക്കൊരു ഹായ് പറയണം. മകൻ കേരള കലാമണ്ഡലത്തിലെ കഥകളി ചെണ്ട വിദ്യാർത്ഥിയാണ്, കലാമണ്ഡലം കൈലാസ്നാഥ്. അദ്ദേഹം ഡിഗ്രി BA മലയാളം സെക്കൻഡ് ഇയറാണ്. മകള് കാവ്യ +2 കഴിഞ്ഞ് ഫാഷൻ ഡിസൈന് പഠിക്കുന്നു. അവർക്കൊരു ഹായ് പറയാനൊരു പ്രത്യേകിച്ച് പറഞ്ഞു. എല്ലാവർക്കും ഈ 2 മക്കൾക്കും ഞങ്ങളുടെ എല്ലാവരുടെ മകന്റെ പേരെന്താണ്? കലാമണ്ഡലം കൈലാസ്നാഥ്. കൈലാസ്നാഥ്. കലാമണ്ഡലം കൈലാസ്നാഥിനും കാവ്യയ്ക്കും എല്ലാ ആശംസകളും. എല്ലാവിധ ആശംസകളും. വളരെ സന്തോഷം ഈ വേദിയിൽ വന്ന് നിൽക്കാൻ കഴിഞ്ഞതിൽ. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. താങ്ക് യു. സിദ്ദിഖ് സർ എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ്? ശബ്ദം കൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കലാകാരനാണ് സതീശൻ മൂവാറ്റുപുഴ. ഈ ശബ്ദത്തിൻ്റെ ഒരു ഗാംഭീര്യം അത് ഉൾക്കൊള്ളുന്ന കഥാപാത്രങ്ങൾ ഇനിയും ഒരുപാടുണ്ടാവട്ടെ. അനുകരിച്ച ശബ്ദങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ട്. മുഖ്യമന്ത്രിമാരുടെ 3 പേരുടെയും നന്നായി. താങ്ക് യു സർ. നമുക്ക് സർ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പ്രത്യേകം പറയാനില്ല, ഓരോരുത്തർ 3 പേർക്കും പറയാനുള്ള ഒരേ അഭിപ്രായം. കാരണം അത്രക്ക് ഗംഭീരമായിരുന്നു ശബ്ദം. ഈ 3 നായനാട് സാറ്, ആന്റണി സാറ്, VS 3 പേര് ചെയ്തതും വളരെ ഭംഗിയായിട്ടുണ്ട്. അത് വളരെ ക്ലീൻ ആയിരുന്നു. ഒരു തപ്പിപ്പഴിയൊന്നുമില്ലാതെ നമുക്ക് തോന്നും അവരാണെന്ന്. ഈ ശബ്ദം ഈ ശൈലിയും കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ വന്നത് ജൂനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിലും അതിലൊന്നും പരിഭവിക്കേണ്ട, നല്ല വലിയൊരു തലത്തിലേക്ക് എത്തും, യാതൊരു സംശയമില്ല. സാധാരണ മിമിക്രി ആർട്ടിസ്റ്റുകൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ശബ്ദങ്ങൾ ചെയ്യുമ്പോൾ അത് കുറച്ച് കൂട്ടിയാണല്ല ചെയ്യുന്നത്. ഇപ്പം രാഷ്ട്രീയക്കാരുടെ 3 ശബ്ദം ചെയ്തത് സതീശനെ സംബന്ധിച്ച് സതീശൻ ചെയ്ത ശബ്ദങ്ങൾ ഇവർ ലൈഫിൽ വന്നു നിന്ന് ഇവർ പറയുന്ന കൃത്യമായിട്ടുള്ള ആ മീറ്ററിലാണ് പറഞ്ഞത്. സാധാരണ എല്ലാ മിമിക്രിക്കാരും ഒരു കുറച്ച് കയറ്റി, അത് എല്ലാവരും പഠിപ്പിക്കുമ്പോൾ തന്നെ അങ്ങനെ പറയാറുണ്ട്, കുറച്ച് കൂടുതൽ കയറ്റി ചെയ്യണം. ഒരു കാരിക്കേച്ചർ ലൈനിലാണല്ലോ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ ഇത് അങ്ങനെയല്ല, ഒരു ഡിറ്റോ സാധനങ്ങൾ പറയുന്ന പോലെയാണ്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഇനിയും ഈ ഒരു വേദിയിൽ സതീശന് വരാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത്രയും ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു. വളരെ ലൈഫുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു.